കമ്പനി നേരത്തെ ഒക്കെ നമുക്ക് തന്നിരുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ചാമ്പ്യൻ ഓഫർ. റീപർച്ചേസിംഗുമായി ബന്ധപ്പെട്ടാണ് ഈ ഓഫർ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൂടാതെ ആദ്യമായി ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കും ഈ സമയത്ത് കമ്പനി നല്ലൊരു ഓഫർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അഡീഷണൽ ബോണസുകൾ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കത്തിലേ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളുകൾക്ക് 750 രൂപയുടെയും 15,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന വ്യക്തിക്ക് 1000 രൂപയുടെയും പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, പുതിയ ഐഡിയ എടുത്ത് വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഒരു ഓഫറാണ് കമ്പനി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അത് 15,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളുകൾക്ക് 15,000 രൂപ കൊടുത്താൽ മതി, 16,000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. സ്വാഭാവികമായിട്ടും നമുക്ക് 15,000 രൂപ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളെ സംബന്ധിച്ചോളം ഒരു 30% അഡീഷണൽ അല്ലെ 35% ഒക്കെ ആവറേജ് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു MRP 20,000 രൂപക്കെങ്കിലും വിൽക്കാനുള്ള ഉൽപ്പന്നം നമുക്ക് കയ്യിലേക്ക് കമ്പനി തരും. അത് കൂടാതെയാണ് കമ്പനി ഒരു 1000 രൂപ DP ഉള്ള അല്ലെങ്കിൽ 1,300, 1,400 രൂപ MRP കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് അഡീഷണൽ ഒരു പ്രൊഡക്റ്റ് തരുന്നത്. അതായത് 15,000 രൂപക്കുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 21,500 രൂപക്കുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാവും. ഇനി 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് 750 രൂപയുടെ പ്രൊഡക്റ്റ് അഡീഷണൽ ആയി കിട്ടും. നമുക്ക് 13,500, 14,000 രൂപക്കോ വിൽക്കാനുള്ള പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1,000 രൂപ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ, MRPക്ക് വിൽക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 10,000 രൂപക്ക് എടുക്കുന്ന ആളുകൾക്ക് ഒരു 14,000, 14,500 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യവും നമുക്ക് അവിടെ കമ്പനി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഓഫറാണ്. അത് ഈ മാസം 30-ാം തീയതി കൊണ്ട് അവസാനിക്കുന്ന ഓഫറായിട്ടാണ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് എക്സ്റ്റൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. സാർ, എനിക്ക് 2 ആളുകളെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ബുദ്ധിമുട്ടായി ഞാൻ കേട്ടിട്ടുള്ളത്. സാർ, ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് 2 ആളെ കിട്ടാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിങ്ങിനെ കാണുന്നത്? ഇതൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. സ്വാഭാവികമായും മാർക്കറ്റിംഗ് കമ്പനിയിൽ നമ്മളെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഏത് മാർക്കറ്റിംഗ് കമ്പനിയായാലും, സർവീസ് കൊടുക്കുന്ന മാർക്കറ്റിംഗ് കമ്പനികളായാലും, പ്രൊഡക്റ്റ് കൊടുക്കുന്ന മാർക്കറ്റിംഗ് കമ്പനികളായാലും, അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അവിടെ ഫീൽഡ് സ്റ്റാഫിനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പൊ സ്വാഭാവികമായും ഇത് ആളെ ചേർക്കാൻ പോകുന്നതിന് പകരം നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനാണ് ഇറങ്ങുന്നതെങ്കിൽ എല്ലാവർക്കും ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. ആ പരിഹാരം തരുന്ന കൂട്ടത്തിൽ കമ്പനി നമുക്ക് ഒരു മികച്ച ഓഫറാണ് നമ്മളെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ സോണൽ ടീം കോർഡിനേറ്റർ വരെയുള്ള ലീഡേഴ്സിന് കമ്പനി പറയുന്ന ഒരു കണ്ടീഷൻ ഓൾറെഡി ഉള്ള കണ്ടീഷനാണ്, പക്ഷെ എല്ലാവരും അത് നോക്കാറില്ല. നമ്മളെ സംബന്ധിച്ചോളം ഒരു 10,000 രൂപയെങ്കിലും വരുമാനം കിട്ടിയതിന് ശേഷം മാത്രം പരിഗണിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മന്ത്ലി റീപർച്ചേസ്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവർക്ക് അവരുടെ ഐഡിയയിൽ തന്നെ ഒരു റീപർച്ചേസ് കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആക്റ്റീവ് ആകാൻ നമുക്കറിയാം, ഒരു 5,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3,750 രൂപ ബിസിനസ് വോള്യത്തിന്റെ പ്രൊഡക്റ്റ് എടുത്ത ഒരാളാണ് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ. അവരെ സംബന്ധിച്ചോളം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം തീർച്ചയായും റീപർച്ചേസ് ആവശ്യമാണ്. കാരണം കൊടുത്ത വ്യക്തികൾക്ക്, നേരത്തെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത വ്യക്തിക്ക് ഇനിയും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടാവും. അദ്ദേഹത്തിന് ഉപയോഗിച്ച സാധനത്തിന് റിസൾട്ട് കിട്ടിയാൽ അദ്ദേഹം പിന്നീട് ആവശ്യപ്പെടും. ഇനി അല്ലെങ്കിൽ പുതിയ വ്യക്തികളിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ ആവണം. അതാണ് നമ്മളെ മാർക്കറ്റിംഗ് ഫീൽഡ്. അപ്പൊ തീർച്ചയായും 1,000 രൂപയുടെ എങ്കിലും പർച്ചേസ് വാങ്ങണം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും മിനിമം ഒരു 750 BV എങ്കിലും വേണമെന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ. പക്ഷെ ഇപ്പൊ 750 BV പരിഗണിക്കുന്നില്ല. ഒരു മിനിമം പർച്ചേസ് 1,000 രൂപയുടെ, ഏത് കാറ്റഗറി ആയാലും 1,000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ മതി എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ ഇവിടെ കമ്പനി ഇപ്പൊ വെച്ച ഓഫർ എന്ന് പറയുന്നത് 1,000 രൂപയുടെ പർച്ചേസ് വാങ്ങേണ്ട ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഐഡിയയിൽ അതിന്റെ 5 ഇരട്ടി, 1,000 വാങ്ങുന്ന ആൾക്ക് 5 ഇരട്ടി. ഇനി 1,500 രൂപ മന്ത്ലി പർച്ചേസ് നടത്തുന്ന ആളുകൾക്കാണെങ്കിൽ അതിന് 5 ഇരട്ടി 7,500 ആണ്. 2,000 രൂപയുടെ പർച്ചേസ് നടത്തേണ്ട
STC ലീഡേഴ്സിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ RTC ലീഡേഴ്സിനാണെങ്കിൽ അവർക്ക് 2000 പകരം അതിന്റെ 5 ഇരട്ടി 10,000 രൂപയുടെ പ്രൊഡക്റ്റ്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പൊ 1000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ഒരു വ്യക്തി നമുക്ക് തൽക്കാലം ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ സോണൽ ടീം കോർഡിനേറ്റർ വരെ എടുക്കാം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതൽ ഒരു സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് വരെയുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ചോളം മിനിമം മന്ത്ലി പർച്ചേസ് 5000 രൂപ. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തത് മെയ് 3, അതായത് 155ാമത്തെ മന്ത്. നമ്മൾ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 155ാമത്തെ മാസമാണ്. 155ഉം 156ഉം മാസത്തിൽ നമുക്ക് തുടങ്ങാം. അതായത് ഈ മാസം തുടങ്ങാം. ഇനി ഈ മാസം കഴിയാത്ത ആളുകളെ സംബന്ധിച്ചോളം അടുത്ത മാസം ജൂൺ 27 മുമ്പേ വരെ ഇത് പരിഗണിക്കാം. ജൂൺ 27 വരെ ഇതിൽ നമുക്ക് ഈ കോൺടസ്റ്റിൽ അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. നേരത്തെ കോൺടസ്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നേരത്തെ അവസാനിക്കും, അല്ലാത്ത ആളുകൾക്ക് ഒരു മാസം കഴിഞ്ഞ് അവസാനിക്കും. ഇത് അവസാനിക്കുന്നത് 161. അപ്പൊ 155, 156, 157, 158, 159, 160, 161. അതായത് ഇവിടെ നമുക്ക് 7 മാസം നമുക്ക് ഇപ്പോ അവൈലബിൾ ആണ്. അതിൽ 6 മാസം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം നേരത്തെ അവസാനിക്കും. 160ാമത്തെ മാസത്തോടു കൂടെ തന്നെ മന്ത്ലി ക്ലോസിംഗ് നമുക്ക് ഈ കോൺടസ്റ്റ് അവസാനിക്കും. ഇനി ഈ മാസം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചോളം മെയ് 30 ശേഷമാണ്, അതായത് ജൂൺ 27 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, മെയ് 30 ശേഷം ജൂൺ 27 വരെയുള്ള ആ മാസമാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ 161ാമത്തെ മാസം ഇത് അവസാനിക്കും. 160 അവസാനിപ്പിക്കണോ 161 അവസാനിപ്പിക്കണോ നമുക്ക് തീരുമാനിക്കാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത മാസത്തേക്ക് പോകുന്നതിന് പകരം, ഞാനിപ്പോ അടുത്ത മാസം തുടങ്ങാന്ന് പറഞ്ഞത് ഈ മാസമല്ല, അടുത്ത മാസം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ചോളം ഈ മാസം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഈ മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിൽ എത്രത്തോളം നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ കടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ 3 ഐഡിയിലും എന്ത് ചെയ്യുക, ആദ്യം ഒരു 5000, പിന്നെ അതേ ഐഡിയിൽ ഒരു 15,000, ബ്രാഞ്ച് 1ലുള്ള ഐഡിയിൽ 15,000, ബ്രാഞ്ച് 2ലുള്ള ഐഡിയിൽ 15,000. സ്വാഭാവികമായും അദ്ദേഹം 50,000 രൂപയുടെ പർച്ചേസ് നടത്തി അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് 53,000 രൂപയുടെ പ്രൊഡക്റ്റ് അവിടെ നിന്ന് കിട്ടും. കാരണം 3 ഐഡിയിലും 1000 വെച്ച് നമുക്ക് അവർക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയിൽ, എല്ലാ ഐഡിയും ആക്റ്റീവായി കഴിഞ്ഞു, ഓർഗനൈസേഷൻ 1ലോ ഓർഗനൈസേഷൻ 2ലോ ഉള്ള ഒരു ഐഡിയിൽ സ്ഥിരമായി അദ്ദേഹം റീപർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുക. എങ്ങനെ ചെയ്യാം? 15,000 രൂപയുടെ അല്ലെങ്കിൽ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് വെച്ച വ്യക്തിയെ സംബന്ധിച്ചോളം ഇത് റീറ്റെയിലിംഗ് അനിവാര്യമാണ്. ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ നല്ല പേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ആർക്കും കൊടുക്കാൻ പറ്റാത്തതില്ല. ഒരു ദിവസം ഒരു 2 പേസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ച ഒരു ആഴ്ച കൊണ്ട് ഒരു 14 പേസ്റ്റ് കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഒരാഴ്ച കൊണ്ട് ഇയാൾക്ക് ഈ പറയുന്ന 14 പേസ്റ്റ് കൊടുത്ത 2002 രൂപ മിനിമം അദ്ദേഹത്തിന്റെ റീറ്റെയിൽ അല്ല പറഞ്ഞത്, കൊടുത്ത പൈസ തിരിച്ചിട്ടു. വാങ്ങിയ പൈസക്ക് തന്നെ കൊടുത്ത ആ പൈസ തിരിച്ചിട്ടു. ഇനി MRPക്കാണ് കൊടുത്തതെങ്കിലോ ഒരു 2700 രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അങ്ങനെയെങ്കിൽ അത്രയും പേസ്റ്റ് കയ്യിൽ നിന്ന് പോയത് കൊണ്ട് തിരിച്ച് സ്റ്റോക്ക് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോ ഇയാൾ 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ആഴ്ച കൊണ്ട് പിന്നെയും വാങ്ങി വെച്ചാൽ അടുത്ത ആഴ്ച കട്ട് ഓഫ് ആകുന്ന, അടുത്ത വീക്ക് കട്ട് ഓഫ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ വരുന്ന വീക്ക് കട്ട് ഓഫ് ആകുന്ന സമയത്തേക്ക് ഒരു 2500 പ്രൊഡക്റ്റ് വാങ്ങി വെച്ചു. ബിസിനസ് നന്നായി ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങുന്ന ആളെ സംബന്ധിച്ചുള്ള ഇതൊന്നും അല്ല ബിസിനസ്, നടക്കുക അതിനേക്കാൾ മുകളിൽ നടക്കും. പിന്നീട് അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു 3000-3500 ആ റേഞ്ചിലൊക്കെ ഒരു കച്ചവടം നടക്കുകയാണെങ്കിൽ അതിന് പിന്നെയും സാധനം വാങ്ങുക. അപ്പോൾ ഒരു 3000 തന്നെ തൽക്കാലം പരിഗണിക്കാം. കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഒരു കൂടുതൽ, ഒരു 3000. ഒരാഴ്ച കൊണ്ട് ഒരു 3000 റീറ്റെയിൽ ഉൾപ്പെടെ, റീറ്റെയിൽ പ്രോഫിറ്റ് ഉൾപ്പെടെ എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു കവചപ്രാശം, അല്ലെങ്കിൽ 2 സോപ്പ്, ഒരു ഹെയർ ഓയിൽ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിട്ട്
അത്യാവശ്യം സാധനം വിൽക്കുന്ന ആളെ സംബന്ധിച്ചോളം അടുത്ത ആഴ്ച കൊണ്ട് ഒരു 3000 കിട്ടി. അപ്പോ കമ്പനിയുടെ ഒരാഴ്ച നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ചയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 27-ാം തീയതി ആകുമ്പോഴത്തേക്ക് 30-ാം തീയതിക്കുള്ളിൽ ഒരു 5000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 4500 രൂപയുടെ പ്രൊഡക്റ്റും കൂടെ ഈ മാസം തന്നെ അദ്ദേഹത്തിന് വിൽക്കാൻ കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മാസം 10,000 രൂപയുടെ റീപർച്ചേസ് നടത്തിയിട്ടുണ്ട് ഈ മാസം. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടാനുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടാനുണ്ട്. നമ്മുടെ നെക്സസ് പ്രോഗ്രാമിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അതിന്റെ വലിയ ഒരു ആവേശം നമ്മുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായും ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായി പ്രവർത്തിക്കാൻ പറ്റും. വാങ്ങി വെച്ച പ്രൊഡക്റ്റിനകത്ത് കൂട്ടി വെക്കുന്ന പരിപാടി, അത് കൂടുതൽ പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല ഞാൻ പറഞ്ഞത്. നിലവിൽ വാങ്ങി വെച്ച ആ ഫണ്ട് വേറെ ഒന്നിനും എടുക്കാതെ 50,000 നിങ്ങൾ എടുത്തുകൊണ്ട് ഇതിൽ എൻട്രി ചെയ്തെങ്കിൽ ആ 50,000-ൽ നിന്ന് ഒരു പൈസ പോലും എടുക്കരുത്. അത് തന്നെ അവിടെ തന്നെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ മാസം 10,000 റീപർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതേ വ്യക്തി അടുത്ത മാസവും ഒന്നുകൂടെ ഫീൽഡിലിറങ്ങി ശക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരു ദിവസം ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ദിവസം മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു 30,000 രൂപയുടെ പ്രൊഡക്റ്റെങ്കിലും ഫീൽഡിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അതിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് കട്ടായി പോകും. ചിലപ്പോൾ 4-5 ദിവസമൊക്കെ നമ്മളെ പ്രോഗ്രാമുകൾ ബേസിലോ, ഇനി അല്ലെങ്കിൽ അവർക്ക് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം എല്ലാ ഫുൾ ടൈം ഇതിൽ ചിലപ്പോൾ ഇറങ്ങിക്കൊള്ളുന്നില്ല, എങ്കിലും കുറെയൊക്കെ ഇറങ്ങാൻ പറ്റുന്നതിന്റെ ഭാഗമായി ഒരു ടോട്ടൽ ബിസിനസ് ഒരു 20,000 രൂപയുടെ കച്ചവടം അദ്ദേഹത്തിന് രണ്ടാമത്തെ മാസം അടുത്ത മാസവും നടത്താൻ കഴിയുകയാണെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് 20,000 രൂപയും അതിന്റെ പ്രോഫിറ്റും ഒക്കെ ആയിട്ട് ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും. ആ ഫണ്ട് തിരിച്ചിവിടെ കയറ്റി വെക്കുക. സ്വാഭാവികമായും നമ്മളെ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിനിങ് കൂടും, 50,000 പിന്നെയും കൂടും. അങ്ങനെ നമ്മൾ അടുത്ത മാസവും അതിന്റെ പിറ്റത്തെ മാസവും ഒക്കെ ആയിട്ട് 20,000 ചിലപ്പോൾ 25,000-ലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റും. 25,000-ൽ നിന്ന് 30,000-ലേക്ക് ഉയർത്താൻ പറ്റും. കാരണം ഫീൽഡിൽ എത്രത്തോളം ഇറങ്ങി പ്രവർത്തിക്കുന്നോ അത്രത്തോളം എക്സ്പീരിയൻസ് കിട്ടും. സ്വാഭാവികമായി എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സംസാരിക്കാനുള്ള ആർജവം കിട്ടും, കപ്പാസിറ്റി കിട്ടും, ഇതിനോടൊരു വിശ്വാസ്യത ഉണ്ടാകും. ആളുകളുടെ പോസിറ്റീവ് റിസൾട്ട്, ഇമ്പാക്ട് ഒക്കെ നമുക്ക് കിട്ടും. അവരൊക്കെ സംസാരിക്കുന്ന മോട്ടിവേഷൻസ്, അതായത് മോട്ടിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഫീൽഡിലെല്ലാം മോട്ടിവേഷൻ അല്ല ഞാൻ പറയുന്നത്, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകൾ അത് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായം, ആ മോട്ടിവേഷൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ബിസിനസ് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞ് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10,000-ഉം 20,000-ഉം 25,000-ഉം 30,000 ഒക്കെ ആയി ഈ 6 മാസം കൊണ്ട് അദ്ദേഹം ഒരു 2 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ 7-ാമത്തെ മാസം ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് 2 ലക്ഷത്തിന്റെ 15% 30,000 രൂപയുടെ പ്രൊഡക്റ്റാണ് തികച്ചും സൗജന്യമായിട്ട് കമ്പനി തരുന്നത്. സ്റ്റോക്കിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു 30,000 രൂപയുടെ പ്രൊഡക്റ്റ് കൂടെ നമ്മളെ കയ്യിലുണ്ടാവും. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണ്? അതായത് സ്വാഭാവികമായും നന്നായി ഫീൽഡ് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അപ്ലൈന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നന്നായി ബിസിനസ് കയറും. നമ്മൾ ഇത് ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. സ്വാഭാവികമായും നമ്മളെ കൂടെ കടന്നു വരുന്ന ഓരോ അസോസിയേറ്റും ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടാകും. ഒരാളും പോലും എനിക്ക് ഒരു വരുമാനം ഇല്ല, ഈ ആഴ്ച ഞാൻ പട്ടിണിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും വരുമാനം കിട്ടും. ഒരു സംശയവും വേണ്ട. കണക്ക് പറഞ്ഞിരിക്കാനല്ല പറഞ്ഞത്, ഫീൽഡിൽ പ്രവർത്തിക്കാൻ. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങുന്നതിനെ പറ്റിയാണ്. നേട്ടങ്ങൾ പിന്നെ പറയാം. നേട്ടങ്ങൾ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റി വെക്കാം. ഇതിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ഇപ്പം പുതിയ കടന്നു വരുന്ന തൽക്കാലം മാറ്റിയത് ഓൾറെഡി ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾറെഡി ഉണ്ടല്ലോ. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറഞ്ഞത് നിങ്ങൾ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് എല്ലാ മാസവും വാങ്ങുക. അത് 5,000-ൽ നിപ്പിക്കണ്ട. 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മളെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എന്ന് വിചാരിക്കുക. അത് ഫീൽഡിൽ ഇറങ്ങി നന്നായി മാർക്കറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോഫിറ്റ് ഉൾപ്പെടെ ഒരു 2,000 കൂടെ കിട്ടുവാണെങ്കിൽ 7,000 രൂപയുടെ പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ അതിന്റെ സെയിൽസ് നടന്നു. ആ 7,000 രൂപക്കുള്ള
ഉൽപ്പന്നങ്ങൾ ഈ ആഴ്ച വരുന്ന വെള്ളിയാഴ്ചക്കുള്ളിൽ വാങ്ങുക. നന്നായി ഒന്ന് ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ 7,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 9,000, 9,500, 10,000 രൂപ നമ്മളെ കയ്യിൽ തിരിച്ചു. ആ 10,000 രൂപക്ക് പിന്നെയും സാധനം വാങ്ങും, അല്ലെങ്കിൽ 9,000 രൂപക്ക് പിന്നെയും സാധനം വാങ്ങും. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. ആ 9,000 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിയ ആളെ സംബന്ധിച്ചു അതും നന്നായി ഒന്ന് ഫീൽഡ് ഇറങ്ങുകയാണെങ്കിൽ ഒരു 9,000 പിന്നെയും നമ്മൾ വാങ്ങി. അത്യാവശ്യം ലാഭം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവുക. അതിനുവേണ്ടി കുറച്ച് പൈസ ഒക്കെ മാറ്റി വെച്ചു പോയി. അങ്ങനെ കൂട്ടിയാലും ഈ മാസത്തെ നിങ്ങൾ ടോട്ടൽ റീപർച്ചേസ് 25,000 രൂപയുടെ റീപർച്ചേസ് നടന്നു. കമ്പനി അതിന്റെ 15% നമുക്കിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോ ഈ മാസത്തെ തന്നെ നമുക്ക് 3,750 രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ 6 മാസം റെഗുലറായിട്ട് നടക്കണം. അപ്പൊ 25,000 രൂപയുടെ ഈ മാസം നമ്മൾ റീറ്റെയിൽ ചെയ്തെങ്കിൽ അപ്പൊ നമുക്കൊരു ആവേശം. 25,000 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഈ മാസം റീറ്റെയിൽ ചെയ്യാൻ കഴിഞ്ഞു. കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു, ഇനി നാളെ എന്റെ ടാർഗറ്റ് എന്താണ്, പോകുന്നതിന് മുമ്പേ ചെയ്ത് വെക്കേണ്ടതാണ്. ഇന്ന് ഞാൻ 800 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ കഴിഞ്ഞുള്ളൂ, 1000 കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ ഉറപ്പിച്ചോ നാളെ 1,500 ഇല്ലാതെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറില്ല. ഒരു വാശി കൊണ്ട് നിങ്ങൾ ഇറങ്ങുക. അപ്പൊ സ്വാഭാവികമായും 1,500 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയുള്ള വാശിക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ 2,000 നടക്കും. ഇനി ചിലപ്പോ ആ ദിവസവും നടന്നില്ല എന്നിരിക്കും, ലേശം കുറഞ്ഞു പോകാം, 1,300 എങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടാക്കണം, എനിക്ക് ഇത്ര സെയിൽസ് നടത്തണം, പ്രൊഡക്റ്റ് ചാമ്പ്യൻ എന്നുള്ള പേരിൽ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾ ഓരോ ദിവസവും ഇറങ്ങുന്നതെങ്കിൽ 25,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഈ മാസം വിറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അത് 30,000 35,000 ആവും. അടുത്ത മാസം അത് 40,000 45,000 50,000 ആകും. അങ്ങനെ ഓരോ മാസം കൂടുന്തോറും ഇത് കൂടി കൂടി വന്ന് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം എത്ര വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. എത്ര വേണമെങ്കിലും ആകാം. അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങളെ പറ്റിയും ഞാൻ അടുത്ത് പറയാം. എല്ലാവർക്കും ഒരു നേട്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്, അത് ഞാൻ പറയാം. ഇനി ചില ആളുകൾ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിൽ പറയുന്നത്, സാറേ എങ്ങനെയോ ഞാൻ 5,000 രൂപയാക്കിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഇവർക്കും നടക്കും. 1,000 രൂപ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്കിപ്പോ സ്റ്റോക്ക് പോയിന്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇഷ്ടം പോലെ സ്റ്റോക്ക് പോയിന്റുകളുണ്ട്. 3 സ്റ്റോക്ക് പോയിന്റുകൾ ഇപ്പൊ കോഴിക്കോട് ജില്ലയിലുണ്ട്. വളരെ എളുപ്പമാണ്. ഇനി അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ സപ്പോർട്ടോടൊക്കെ തന്നെ 1,000 2,000 തൽക്കാലം എവിടുന്നോ ഒപ്പിച്ചു. 1,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയ വ്യക്തി അത് വിൽക്കാൻ തീരുകയാണ്, 1,300 രൂപ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ 350 രൂപ കിട്ടും. എല്ലാം പേസ്റ്റ് ആണെങ്കിൽ 1,350 കിട്ടും. ഈ 1,350 നിന്ന് 1,000 എടുത്ത് ഒന്നുകൂടെ വാങ്ങി ഒരു ദിവസം കൊണ്ട് വിൽക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വിൽക്കാം. അതിലപ്പുറത്തേക്ക് പോകണ്ട. 7 പേസ്റ്റ് വിൽക്കാൻ ഒരു മാസമൊന്നും വേണ്ട. ഒന്ന് ഇറങ്ങിയ ഒറ്റ ദിവസം മതി, അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ മതി. ആത്മാർത്ഥമായിട്ട് ഇറങ്ങണമെന്ന് മാത്രം. അപ്പൊ 1,000 രൂപ കൊണ്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റീപർച്ചേസിംഗ് ആയി 1,000 ആണ് കയ്യിലുള്ളത്. 1,000 വാങ്ങി, നാളെ പോയി 1,000 കൂടെ വാങ്ങി. അപ്പൊ എന്തായി? നമുക്ക് 2,000 ആയി. നമ്മളെ കയ്യിൽ 1,000 ഉള്ളൂ, പക്ഷെ 2,000 പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നാളെയും പോയി 1,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി, അതും നന്നായി വിറ്റു, കിട്ടി അന്നൊരു 350 ലാഭം. അപ്പോ ഇന്നലത്തെ മാറ്റി വെച്ചൊരു 350, ഇന്നത്തെ 350, അപ്പൊ എത്രയായി? 2,700 ഇല്ലേ? 1,700 കയ്യിലുണ്ടാവും. 2,700 കണക്കൂട്ടിയത് 1,000 വിറ്റ് കഴിഞ്ഞതാ. അപ്പൊ 1,000 എന്നുള്ളതിന് പകരം 1,700 കയ്യിലുണ്ട്. ഒരു 1,500 രൂപയുടെ പ്രൊഡക്റ്റ് അതിന്റെ പിറ്റേ ദിവസം പോയിട്ട് വാങ്ങി. അങ്ങനെയാണെങ്കിൽ അത് വിറ്റ സമയത്ത് 2,000 കിട്ടി. പിറ്റേ ദിവസം പോയിട്ട് 2,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ചിലപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എത്രയായി? ഒരു 6,000 7,000 രൂപയുടെ പ്രൊഡക്റ്റ് അദ്ദേഹം വിറ്റിട്ടുണ്ടാവും ടോട്ടൽ. കമ്പനി ഒറ്റ ദിവസം 5,000 ആണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മാസം നിങ്ങൾ റീപർച്ചേസ് ആയിട്ട് 5,000 വരണം, അല്ലാണ്ട് ഒരു ദിവസം 5,000 വേണമെന്നല്ല പറഞ്ഞത്. ഓരോ മാസവും നോക്കിയാൽ നിങ്ങളെ റീപർച്ചേസിങ്ങിൽ 5,000 രൂപ വേണം. ഒറ്റ അടിക്ക് 5,000 വേണ്ട ഒരാവശ്യമില്ല. അപ്പോ ഈ മാസം തന്നെ ഇതേ ഐ ഡി തന്നെ പിന്നെയും വാങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് നടക്കും ഈ സാധനം. 7 പേസ്റ്റ് എടുത്ത് ഫീൽഡിൽ ഇറങ്ങി കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നടക്കുന്ന കേസ്. അങ്ങനെയാണ് ഇനിയും നമുക്ക് 3 ആഴ്ച മുമ്പിലുണ്ട്. 1,000 രൂപ കയ്യിലുള്ള ആൾക്കും വേണമെങ്കിൽ ഒരു മാസത്തെ സെയില് എന്താക്കാം? 20,000 25,000 ഒക്കെ ഉയർത്താൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ ഇവർക്കും വേണമെങ്കിൽ 1000 രൂപ ബേസ് തുടങ്ങിയ ഒരു വ്യക്തിക്ക് വേണമെങ്കിലും ആത്മാർത്ഥമായിട്ട് ഫീൽഡ് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇവർക്കും വേണമെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആയി നമ്മൾ 6 മാസത്തെ ടോട്ടൽ റീപർച്ചേസ് വാങ്ങാൻ പറ്റും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരു മാസവും 5000-ൽ കുറയാൻ പാടില്ല. ഒറ്റ മാസവും 5000-ൽ കുറയാൻ പാടില്ല. ആ ഐഡിയയിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അതിന്റെ വരുമാനം കിട്ടും. കാരണം ഈ മാസം നിങ്ങൾ ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങിയെങ്കിൽ അടുത്ത മാസവും 5000-നാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് ആരും ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങളെ ലെഫ്റ്റും റൈറ്റും ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ മാസം വാങ്ങുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളതായിട്ട് പരിഗണിക്കും, അടുത്ത മാസം വാങ്ങുന്നത് മറ്റേ ഭാഗത്തുള്ളതായിട്ട് പരിഗണിക്കും. കമ്പനി പരിഗണിക്കുന്നതാണ്, കാണില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ മാസം ഒരു 20,000, അടുത്ത മാസം ഒരു 30,000 നിങ്ങൾ റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 20,000-ന്റെ പെയർ മാച്ചിങ് ആയിട്ട് വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. വരുമാനം കിട്ടും. ഇനി നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം പവറും, കൂടുതൽ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ഒരു ഭാഗം പവറും മറ്റേ സൈഡ് വീക്കും. ഇപ്പൊ സ്വാഭാവികം വീക്ക് സൈഡിൽ നടക്കുന്ന കച്ചവടത്തിനാണ് നമുക്ക് പെയർ മാച്ചിങ് ആയിട്ട് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ വീക്ക് സൈഡിലുള്ള തന്റെ സ്വന്തം സെക്കൻഡ് ഐഡിയയിൽ, ഇനി അല്ലെങ്കിൽ വീക്ക് സൈഡിലുള്ള ഏറ്റവും താഴെയുള്ള ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. ആ ഐഡിയയിലാണ് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ വാങ്ങുന്ന കച്ചവടത്തിന് ഏത് ഐഡിയ ആയിക്കോട്ടെ, ആ ഐഡിയയിൽ നമ്മളാ വാങ്ങുന്നത് നമുക്ക് തിരിച്ചു വാങ്ങാം. അപ്പോ നമുക്ക് ഇങ്ങനെ വാങ്ങിയാൽ പോലും ഏതെങ്കിലും ഒരു ഐഡിയയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു 5 ലക്ഷം ഒരു പവറുള്ള ഒരു വ്യക്തി, മറ്റേ സൈഡിൽ ഒരു 3 ലക്ഷമാണ് ഉള്ളത്. അങ്ങനെ 3 ലക്ഷമുള്ള ആ സെക്കൻഡ് ഐഡിയ ഉണ്ടല്ലോ, നമുക്ക് ട്രൈപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി ഇല്ലാത്ത ആളുകൾ താഴെയുള്ള ഏതെങ്കിലും ഐഡിയ വാങ്ങിയാൽ മതി. ട്രൈപ്പോളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സെക്കൻഡ് ഐഡിയയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുവാണെങ്കിൽ സെക്കൻഡ് ഐഡിയയിൽ ഒരു 1000 രൂപ ഉണ്ടാക്കിയാൽ അതേ 1000 മുകളിൽ കിട്ടുമല്ലോ, 2000 രൂപ കിട്ടുമല്ലേ, ഡബിൾ ഹിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഐഡിയയിൽ നമുക്ക് റീപർച്ചേസ് ബോണസും അതോടൊപ്പം തന്നെ നമുക്ക് സെയിൽസ് ടേൺ ഓവർ ബോണസും നമുക്ക് കിട്ടും. നമ്മുടെ റാങ്കുകൾ പെട്ടെന്ന് കയറി പോകും. ആരുമില്ല സാറേ എനിക്ക് ഒരാളെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിൽ നിന്ന് മിനിമം ഈ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ടീം കോർഡിനേറ്റർ ആകാം, ഒരു സംശയവും വേണ്ട. ടീം കോർഡിനേറ്റർ റാങ്കിലുള്ള ഒരാൾക്ക് നിങ്ങളെ സ്വന്തം എഫേർട്ടിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഏരിയ ടീം കോർഡിനേറ്റർ ആകാം. ഞാൻ പറയുന്നത് അതുമല്ല, അതൊക്കെ മേലെയാണ്. വരാൻ പോകുന്ന എഫക്റ്റ്, റിസൾട്ട് ഇതിന്റെ മേലെയാണ്. നമ്മൾ നന്നായി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളും ഇത് ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. സ്വാഭാവികമായി നിങ്ങൾ ഓരോ മാസവും ഞാൻ ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. എന്റെ ഈ മാസത്തെ, അല്ലെങ്കിൽ നമ്മളെ ലീഡേഴ്സ് ചെയ്തു തരും, ഈ മാസം ഇന്നയാളുടെ ടോട്ടൽ റീപർച്ചേസ് 28,000 രൂപ, ഇന്നയാളുടെ റീപർച്ചേസ് 32,000 രൂപ, ഇന്നയാളുടെ റീപർച്ചേസ് 18,000 രൂപ. ഇത് പോസ്റ്റർ പോകുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ആൾ നോക്കും, ഇത് എത്രയൊക്കെ വിൽക്കുന്നുണ്ടോ എന്ന് ഞാനും നോക്കിയാലോ. ഇങ്ങനെ ചിന്തിച്ച് ഇറങ്ങുന്ന കുറെ ആളുകൾ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും റീപർച്ചേസ് ഞാൻ ഈ പറഞ്ഞ പോലെ മിനിമം 1 ലക്ഷം ആയി കഴിഞ്ഞാൽ 10 ആള് നിങ്ങളുടെ ടീമുണ്ടെങ്കിൽ 10 ലക്ഷം കയറും. ഇനി ഏറ്റവും കമ്പനി പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 5000 മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിലും 5000 × 6 മാസം എന്ന് പറഞ്ഞാൽ 30,000 നടക്കും. അങ്ങനെ 10 ആള് വന്നു കഴിഞ്ഞാൽ 3 ലക്ഷം നടക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതുകൊണ്ടാകുന്ന നേട്ടം എന്താണ്? ഇതൊന്നല്ല ഇതിന്റെ ഒരു എഫക്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. 6 മാസം ഇതിനകത്ത് ഈ പ്രോസസ്സിന്റെ കാലഘട്ടം മാത്രമാണ്. ഇത് വരാൻ പോകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. നമ്മളെ ചുറ്റുവട്ടത്തിലെ എല്ലാ വീടുകളിലും നമ്മളെ പ്രൊഡക്റ്റുകൾ എത്തും. സ്വാഭാവികമായും പ്രൊഡക്റ്റുകൾ എത്തിയ വീടുകളിലേക്ക് പോയി നിങ്ങൾ ബിസിനസ് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ, ക്യാച്ച് ചെയ്യാൻ അവർക്ക് പറ്റും. സ്വാഭാവികമായും നിങ്ങളുടെ ടീം വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി എടുക്കാൻ, അതായത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച വ്യക്തികളോട് പോയിട്ടാണ് നിങ്ങൾ ബിസിനസ് പറയുന്നതെങ്കിൽ അവർ കേൾക്കാൻ തയ്യാറാവും. സെയിൽസ് ക്ലോസ് ആകാനുള്ള ചാൻസ് വളരെ കൂടും, അതിന്റെ റേഷ്യോ കൂടും. അവര് ഇതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ പ്രോഗ്രാം സെന്ററുകളിലേക്ക് എത്തും. ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം വർദ്ധിക്കും. സ്വാഭാവികമായി ടീം ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഈ കമ്പനി വെറുതെ കണ്ടുവെച്ചല്ല, ഇതിനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചത്. ആ ടീം ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിനും അഡീഷണൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഓഫർ വെച്ചിട്ടുള്ളത്. അല്ലാതെ ആർക്കും എന്തെങ്കിലും വെറുതെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഇനി കമ്പനി എന്നാ കുറെ കാലം ബിസിനസ് ചെയ്യുന്നത് കുറെ വെറുതെ കൊടുത്തേക്കാം അങ്ങനെ വിചാരിച്ചിട്ടുമല്ല. കമ്പനി ചെയ്യുന്നത് നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്
ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നതാണ്. ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്യാൻ. ആ ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്യാനുള്ള ഈ അവസരത്തിനെ നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക. ഓരോ വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയി ടീം മീറ്റിങ്ങുകൾ കൃത്യമായി വിളിച്ചു ചേർത്ത് അവരുടെ ടീമിൽ ഓരോ ആളുകളുടെ റീപർച്ചേസ് നടത്തിയത് എത്രയാണ്, അതിൽ ഏറ്റവും ടോപ്പ് പെർഫോമർ ആരാണ്, അവർക്ക് കൃത്യമായ റെക്കഗ്നൈസേഷൻ കൊടുത്തേക്കുക. ഓരോ ആഴ്ചയും ഈ ആഴ്ചത്തെ ടോപ്പ് സെല്ലർ വേണമെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാം. ഈ ആഴ്ചത്തെ ടോപ്പ് സെല്ലർ ഓരോ വീക്കിലും, ഡെയിലി ടോപ്പ് സെല്ലർ ഓരോ ദിവസവും വൈകുന്നേരം വേണമെങ്കിൽ വിലയിരുത്താം. ഓരോ ടീമിലും അവരവരുടെ ടീമിലുള്ള ടോപ്പ് സെല്ലർ ആര്, അത് വേണമെങ്കിൽ അവർക്ക് ഗ്രൂപ്പിൽ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ഗ്രൂപ്പിലോ, സർ എന്റെ ഇന്നത്തെ ടോട്ടൽ സെയിൽസ് ഇത്ര അറിയിക്കുക. അത് ലീഡേഴ്സ് നോട്ട് ചെയ്യുക. അതും വേണം. ഇപ്പൊ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറയണം, സാറേ ഞാൻ 12,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു, വിളിച്ചു പറഞ്ഞതാ. അത് ഉറപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പിറ്റേ ദിവസം 12,000 രൂപ പ്രൊഡക്റ്റ് എടുപ്പിക്കുക. വിറ്റ സാധനമല്ലേ, എടുപ്പിക്കുക. അപ്പോ ഇനി വെറുതെ പറയുന്ന ആളുകൾ അവിടെ നിർത്തുകയും ചെയ്യും. ചിലപ്പോൾ വെറുതെ തള്ളും, സാറേ ഞാനിന്ന് 5,000 രൂപ പ്രൊഡക്റ്റ് വിറ്റു, ഒന്നും പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, 5,000 രൂപ പ്രൊഡക്റ്റ് വിറ്റില്ലേ, 5,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനിൽ നിങ്ങൾ ഒരു ടീമിനെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൊടുക്കേണ്ട ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ഓരോ ആഴ്ചയിലും നടക്കുന്ന കച്ചവടത്തിന് ടോപ്പ് സെല്ലർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, കമ്പനിയെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇതൊരു ഗിഫ്റ്റാണ്, അതിനുള്ള ഗിഫ്റ്റിന്റെ ആവശ്യമില്ല, എങ്കിലും നമ്മൾ നടക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലൊക്കെ അവർക്ക് ചെറിയ ഗിഫ്റ്റ് കൊടുത്ത് ആദരിക്കുക. ഏറ്റവും ടോപ്പ് സെല്ലർ ഒരാൾക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ വേണം 2 ആൾക്ക് കൊടുക്കാം. ടോപ്പ് എന്റെ തൊട്ടതായുള്ള 2 ആൾക്ക് 2 or 3 ഒക്കെ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ടോപ്പ് 1, ടോപ്പ് 2, ടോപ്പ് 3, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ പങ്കെടുത്ത മറ്റുള്ള ആളുകൾ, ഈ ആഴ്ച നടത്താൻ പറ്റാതെ പോയ ആളുകൾ ചിലപ്പോൾ അനങ്ങൂല. അപ്പോ അടുത്ത ആഴ്ച ഒരു നല്ല ഫീൽഡ് വർക്ക് നടത്തും. സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ച ഈ ആഴ്ച ടോപ്പ് അയാളായിരിക്കില്ല അടുത്ത ആഴ്ച. പക്ഷെ ഏറ്റവും ഫസ്റ്റ് വിന്നറായ ആളുകൾക്ക് മനസ്സിൽ വേറൊരു കാര്യം ഉണ്ടാവും, ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. സ്വാഭാവികമായിട്ട് ഒരു മത്സരം, ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ നടക്കും. ഈ കോമ്പറ്റീഷൻ നടത്തി കൊണ്ടുപോകാൻ ലീഡേഴ്സ് ഒന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, എല്ലാ ലീഡേഴ്സിനും കൃത്യമായ വരുമാനം, ഒരാൾ പോലും സാർ എനിക്ക് വരുമാനമില്ല, ഈ ആഴ്ച 1 രൂപ വരുമാനമില്ല എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു എനർജി ലെവൽ, ഹൈ ലെവൽ നിൽക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ ബാക്കോട്ടേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മൈലൈഫിന്റെ ലോഗോ പോലെ തന്നെ കയറ്റം ഉറക്കമൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് ഇതിനെ ഒന്ന് നന്നായി യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്നായിട്ട് മനോഹരമായി യൂട്ടിലൈസ് ചെയ്യണം. ഇതൊരു സുവർണാവസരമാണ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താതെ പോകുന്നത് മടിയന്മാർ മാത്രമായിരിക്കും. എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി പോലും ഇത് ഉപയോഗപ്പെടുത്താതിരിക്കില്ല. മടിയന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ സ്ഥലം മടിയന്മാരെ കഥ പറയാറുണ്ട്. മടിയന്മാരുടെ മത്സരത്തിന്, ഏറ്റവും നല്ല മടിയനെ കണ്ടെത്താനുള്ള മത്സരത്തിന് പോലും ആ അവാർഡ് വാങ്ങാൻ, ആ സമ്മാനം വാങ്ങാൻ പോകാൻ കഴിയാതെ വീട്ടിലുള്ള മകനെ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ല, ഞാനതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ മടിയന്മാർക്ക് ഇത് പറഞ്ഞതല്ല. എന്ന ജീവിതത്തിൽ എന്തെങ്കിലും ആകണം, രക്ഷപ്പെടണം, എനിക്ക് വരുമാനം വേണം, എന്റെ കൂടെ വന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണം, രക്ഷപ്പെടണം, ഞാൻ എന്തിനും തയ്യാറാണെന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടോ, ആറ്റിറ്റ്യൂഡ് ക്ലിയർ ആണോ, ഇത് ഗ്യാരണ്ടിയാണ്, ഇത് സക്സസ് ആകും. എന്ന് മാത്രമല്ല, ഇന്ന് 1 രൂപയുടെ പോലും പ്രൊഡക്റ്റ് കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പ്രോഗ്രാം അവസാനിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു 30,000, 40,000, 50,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞത് 1000 രൂപ പോലും എടുക്കാനില്ലാത്ത ഒരാളെ കയ്യിൽ പോലും മിനിമം ഒരു 30,000-ന്റെ മേലെ പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലുണ്ടാവും. ഉറപ്പിച്ചോ, അതിനൊരു സംശയവും വേണ്ട. ഇതാണ് ഈ അവസരം. ഇത് ഉപയോഗപ്പെടുത്തുക. ഇത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാമുകൾ ബേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണ്, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യേണ്ട ബിസിനസ് അല്ല. പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണ്. വലിയ സാറൊക്കെ പണ്ട് പറയുന്ന ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അനുഭവമുള്ള, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കഥയുണ്ട്. എന്റെ വീട് പേരാമ്പ്രയാണ്.
ഇപ്പൊ ഒന്ന് അടങ്ങിപ്പോയി. എങ്കിലും പേരാമ്പ്ര മാർക്കറ്റിൽ വൈകുന്നേരം ഒരു സന്ധ്യ കഴിഞ്ഞ അതുവരെ മാർക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് വിറ്റ മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ ഉള്ളിൽ വെച്ചാ വിൽക്കുക. പക്ഷെ സന്ധ്യ കഴിഞ്ഞ എല്ലാവരും കൊട്ടയും പെട്ടിയെടുത്ത് റോഡ് വരും. ഇന്ന് റോഡ് സൈഡിലാണ് ഉണ്ടാവുക. എന്നിട്ട് എല്ലാവരും വിടാതെ വിളി വരും. 50 അവിടെ ചീനമത്തെ എവിടുന്ന് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മത്സര. റോഡിലിട്ട് വിൽക്കും. നല്ല കച്ചവടം നടക്കും. അവർക്ക് റോഡിലിട്ട് വിറ്റാല കച്ചവടം നടക്കുക. എന്ന അപ്പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകാരൻ ഇത് കണ്ടു. അത് ശരി, ഇങ്ങനെ വാരി വെച്ചിട്ട് റോഡിൽ വിട്ട നല്ല കച്ചവടം അല്ലേ? എന്നാൽ എന്റെ ഷോപ്പിലുള്ള എല്ലാ മെഡിസിൻ എടുത്ത് റോഡിന്റെ സൈഡിലിട്ട് ഒരു ഷീറ്റും വിരിച്ച് ആദായ വിൽപ്പന, പാരസെറ്റമോളിന് പകുതി പൈസ. ആളുകൾ വാങ്ങുമോ? അങ്ങോട്ട് അടുക്കൂല ഒരാള്. രണ്ടും രണ്ട് സിസ്റ്റം. അതേപോലെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്ട് സെല്ലിങ്ങും രണ്ട് സിസ്റ്റമാണ്. അത് മനസ്സിലാക്കുക. അപ്പോ ഒറ്റ മിനിറ്റ്. രണ്ട് സിസ്റ്റമാണ്. അപ്പൊ ഈ രണ്ട് സിസ്റ്റത്തെയും രണ്ട് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. ഡയറക്ട് സെല്ലിങ്ങിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് പ്രോഗ്രാം ബേസ്ഡ് ആണ്. എന്തൊക്കെ പ്രോഗ്രാം? അതില് പ്രോഗ്രാം ബേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും ബേസിക് പ്രോഗ്രാം ഹോം മീറ്റിങ്ങുകളാണ്. നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളൊക്കെ കുറെ ആളുകൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിങ്ങളോട് അനുഭാവപൂർവ്വം അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചു. അനുഭാവപൂർവ്വം ഉദ്ദേശിച്ചത് ഇതെന്താണ്, ഇത് എവിടുന്നാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്, ഇതെന്താണ് ഈ കച്ചവടം, നിങ്ങൾക്ക് ഇതെങ്ങനെയാണ്, ഇതിനകത്ത് വരുമാനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും. അവരൊക്കെ വിളിച്ചു ചേർത്ത് ഒരു ഹോം മീറ്റിംഗ് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ 10 വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 വീട്ടുകാരോട് നിങ്ങൾ പറയുക എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. ആ ഹോം മീറ്റിംഗ് നടത്തുക. ആ ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 1-2 ആളുകൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യും. അത് ശരി, വില കുറച്ച് കിട്ടൂല. ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ID എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും. എന്നാൽ പിന്നെ എന്റെ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ ആളെ നേരെ കൂട്ടി നമ്മൾ താമരശ്ശേരി ആണെങ്കിൽ താമരശ്ശേരി, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, എവിടെയാണോ നമ്മളെ GTS സെന്റർ അവിടെ കൊണ്ടുപോയി ഇരുത്തുക. സ്വാഭാവികമായും നമ്മളെ ബിസിനസ് ഓട്ടോമാറ്റിക് ഡെവലപ്പ് ചെയ്യും.